ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 60 വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് പറഞ്ഞേക്കണ വർക്ക് എന്ന് പറഞ്ഞാലേ ജനറലായിട്ട് സർവീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വാട്ടർ സർവീസ് ചെയ്യണം, എൻജിൻ ഓയിൽ മാറ്റണം, മിറർ ലൂസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഫ്രണ്ട് വെട്ടൽ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ ഓൾറൗണ്ട് ഗാർഡ് ബാക്കിൽ വന്ന കമ്പി, സ്റ്റീലിൻ്റെ കമ്പി മൊത്തം പൊട്ടി കിടക്കുന്നുണ്ട്, അതൊന്ന് ക്ലിയറിനെസ് പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ജനറലായിട്ട് സർവീസ് മൊത്തത്തിൽ വണ്ടി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ടോട്ടൽ ഫുൾ ചെക്കപ്പ് വന്നെങ്കിൽ ജനറലായിട്ട് സർവീസ് ചെയ്താലാണ് നമുക്ക് അതിനകത്ത് ചെക്കപ്പ് വരുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലിൽ പറയുന്ന കംപ്ലയിൻസുകൾ മാത്രമാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ജനറൽ സർവീസ് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഫ്രണ്ട് വെട്ടലിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഓൾറൗണ്ട് ഗാർഡ് കേസ് പറഞ്ഞിട്ടുണ്ട്. ഓൾറൗണ്ട് ഗാർഡിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അതിൻ്റെ വെൽഡിങ്ങിൻ്റെ വന്ന എല്ലാ ഭാഗവും ഇത് സ്റ്റീലിലാണ് ശരിക്കും മെറ്റീരിയൽ. അതിൻ്റെ ആ ലെഗ് പിടിപ്പിക്കുന്ന എല്ലാ ഭാഗം തന്നെ പൊട്ടിപ്പോയി. അത് ഇവിടെ നിന്ന് പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് വണ്ടിയുടെ ബാക്കിൽ മൺകാടിൻ്റെ സൈഡിൽ പിടിപ്പിക്കുന്ന ഭാഗമുണ്ട്, അവിടെ നിന്ന് പൊട്ടി അതിൻ്റെ പീസ് മൊത്തം ചാടി പോന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് വെൽഡിങ് വിട്ടുപോയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ഈ സൈഡൊക്കെ പൊട്ടിപ്പോയതാണ്, ഈ സൈഡ് പൊട്ടിപ്പോയിട്ടുണ്ട്, അതിൻ്റെ ഇപ്പുറത്തെ സൈഡും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഈ ഭാഗമൊക്കെ നമുക്കൊരു ക്ലാമ്പിട്ട് ബലപ്പെടുത്തി പിടിപ്പിക്കാവുന്നുള്ളൂ. രണ്ട് സൈഡും ക്ലാമ്പിട്ട് നമുക്ക് പിടിപ്പിക്കാം. പക്ഷേ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്ക് സൈഡിൽ ഇത് റിസ്ക്കാണ്. കാരണം ഈ ഭാഗം തൽക്കാലം വേണമെങ്കിൽ പിടിപ്പിക്കാമെന്ന് മാത്രം. ഈ സെൻറ്റർ ഭാഗം വരുമ്പോഴും ഇവിടെ നമുക്ക് പിടിക്കാം. പക്ഷേ ഈ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. കാരണം ഇത് നമുക്ക് വേറെ ഒന്നും ചെയ്യൽ നടക്കില്ല. ഇത് ശരിക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റീൽ വെൽഡ് ചെയ്യണോടത്തൊക്കെ കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇവിടെ നമുക്ക് അടുത്ത് വെൽഡിങ്ങിൻ്റെ കേസൊന്നുമില്ല. അപ്പോൾ ഒരു ഓപ്ഷനുള്ള ഒന്നോലെ ഇത് അഴിച്ച് മാറ്റാം, അതല്ലെങ്കിൽ പുതിയത് സെറ്റ് ചെയ്യാം. ഇനി അതല്ലെങ്കിലുള്ളൊരു ഓപ്ഷൻ മാത്രമാണ് ക്ലാമ്പിട്ട് പിടിപ്പിക്കുക എന്നുള്ളത്. ക്ലാമ്പിട്ട് പിടിപ്പിക്കുമ്പോൾ നമുക്കതിനെ എക്സ്ട്രാ പൈസ തന്നെ കേസാണ്. കാരണം സെപ്പറേറ്റ് ക്ലാമ്പ് അതിൻ്റെ ഉള്ളിൽ ട്യൂബൊക്കെ കട്ട് ചെയ്തിട്ട് പിടിപ്പിച്ച് ബലപ്പെടുത്തി നിർത്തണം. അപ്പോൾ അതിന് സമയം കൊടുക്കും. അതനുസരിച്ച് നമുക്ക് അതിൻ്റെ ലേബർ ചാർജ് വ്യത്യാസം വരും. ഇത് പിടിപ്പിക്കുന്നതിന് സെപ്പറേറ്റ് എമൗണ്ട് നമ്മൾ ഫിറ്റിങ്സ് ചാർജായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ പോലും ഈ ഒരു ഭാഗത്ത് നമുക്കൊന്നും പിടിപ്പിക്കൽ നടക്കില്ല, സെറ്റ് ചെയ്ത് നടക്കില്ല. ഇതിങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് പറയണം. അത് അഴിച്ചു മാറ്റാനാണ് ഈ ആ രീതിയിൽ ആവശ്യപ്പെടാം, നമ്മൾ അഴിച്ചു മാറ്റിയിടാം. ഇനി അതല്ല ക്ലാമ്പിട്ട് പിടിപ്പിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. പുതിയത് വെക്കാനാണെങ്കിൽ ആ രീതിയിലും പറയാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയാം. എസ്റ്റിമേറ്റ് ഇടുമ്പോൾ അതിനകത്ത് നമ്മളിത് ക്ലാമ്പിട്ട് സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് ഇടണേ. ആ എസ്റ്റിമേറ്റിൽ അതും കൂടി പിടിപ്പിക്കുന്ന രീതിയിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഏത് രീതിയാണ് നിങ്ങൾക്ക് ആപ്റ്റ് എന്നുള്ളത് രീതിയിൽ നോക്കിയിട്ട് അതനുസരിച്ച് പറയണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ. നിങ്ങൾ പറയുന്ന ആവശ്യപ്പെടുന്ന പ്രകാരം നമുക്ക് ചെയ്തു തരാം, കുഴപ്പമില്ല. പിന്നെ നമ്മളതിൻ്റെ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഈ ഒരു സർവീസും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. കമ്പനി ലൈനർ തന്നെ കിടക്കണേ. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ബാക്ക് ഗിയർ ബോക്സ് നമുക്ക് എൻജിൻ ഓയിലും ഗിയർ ഓയിലും സെപ്പറേറ്റ് വരാം. അപ്പോൾ അത് ഗിയർ ബോക്സിൻ്റെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു, നല്ല ഓയിലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയർ കുറച്ചും കൂടി ഓടാനുണ്ട്. അപ്പോൾ നമുക്ക് ടയറിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് ബ്രേക്ക് നമ്മൾ തൽക്കാലം ക്യാം അഴിച്ച് ഗ്രീസ് ചെയ്ത് ഈ ലൈനർ തന്നെ യൂസ് ചെയ്യാം. അടുത്ത സർവീസിൽ നമുക്ക് ബ്രേക്ക് ലൈനർ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ചെക്ക് ചെയ്യാനും ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് അയച്ചാണ്. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റാക്കി എടുക്കാം. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ക്ലച്ച് ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ച് നമുക്കറിയാമല്ലോ, ഇതിൻ്റെ CVT ക്ലച്ചാണ്, ബെൽറ്റ് ഡ്രൈവാണ്. അപ്പോൾ നമ്മളത് മാനുവലായിട്ട് തന്നെ അഴിച്ച് ചെക്ക് ചെയ്ത് ഗ്രീസിങ് ആവശ്യമാണെങ്കിൽ ഗ്രീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്, പുതിയ ബെൽറ്റാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ബെൽറ്റ് നമുക്കത് മതി. അതിൻ്റെ ക്ലച്ചിനകത്തേക്ക് വരുമ്പോൾ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ ഇതിനും വേറെ പ്രോബ്ലം ഒന്നും ആയിട്ടില്ല. പക്ഷേ ഇതിനകത്ത് വരുമ്പോൾ ഈ വന്ന വി ബുഷ് എന്ന് പറയും, പ്ലാസ്റ്റിക് ടൈപ്പാണ്, അത് തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കൈയോടെ മാറ്റി കളയണം. അതുകൂടാണ്ട് ക്ലച്ച് യൂണിറ്റ് അഴിച്ചൊന്ന് ഫുള്ള് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യണം. അപ്പോൾ ക്ലച്ചിൽ പറയത്തക്ക വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. അതിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് ബുഷ് മാറ്റിയതിന് ശേഷം ക്ലച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെയുള്ള മെയിൻ ഒരു പ്രോബ്ലം എൻജിൻ ഓയിലാണ്. എൻജിൻ ഓയിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അതും പ്രകാരം നമ്മൾ എൻജിൻ ഓയിൽ ഊറ്റിയപ്പോൾ നിലവിൽ കാണുന്ന ഓയിൽ അളവാണ് ഈ കാണുന്നത് കേട്ടോ. ഈ പാത്രം ഞങ്ങൾ ഓയിൽ ഊറ്റുന്ന പാത്രം ആയതുകൊണ്ട് കുറേ ഓയിൽ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഇതിനകത്ത് കൂടി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓയിൽ ഊറ്റിയിട്ടപ്പോൾ ഒരു 3-4 തുള്ളി ഓയിലാണ് താഴേക്ക് വീണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഓയിലില്ലാണ്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഓയിലില്ലാണ്ട് വണ്ടി ഓടുമ്പോൾ ഉറപ്പായിട്ടും വണ്ടിയുടെ എൻജിൻ കംപ്ലയിൻറ്റിലേക്ക് വന്നിട്ടുണ്ടാവും. പ്രത്യക്ഷത്തിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ ഇവിടെ വന്നതുകൊണ്ട് വണ്ടി എൻജിൻ പിടിച്ചിട്ടില്ല എന്ന് മാത്രം. പക്ഷേ നമ്മളിനിയിപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എൻജിൻ ഓയിൽ പുതിയത് ഫില്ല് ചെയ്ത് വണ്ടി ഓടിക്കും.
ഓടിക്കുന്ന സമയത്ത് വരുന്ന വണ്ടിക്ക് ഓയിലില്ലാത്തത് കൊണ്ട് തന്നെ ഓയിൽ കയറി കത്താനായിട്ടുള്ള ഓയിലില്ല എഞ്ചിനകത്ത്. അപ്പോൾ അതുകൊണ്ട് വണ്ടി വരുന്ന സമയത്ത് പുകയുണ്ടാവില്ല. പക്ഷേ നമ്മളിപ്പോൾ ഓയിൽ ഫില്ല് ചെയ്തിട്ട് വണ്ടി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓയിലില്ലാത്തത് കൊണ്ട് സിലിണ്ടർ പിസ്റ്റണൊക്കെ സ്ക്രാച്ച് വരാനുള്ള സാധ്യത 99%. ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് നമുക്ക് അഴിച്ചു നോക്കാണ്ട് കൃത്യമായിട്ട് എത്രത്തോളം വന്നിട്ടുണ്ടെന്നൊന്നും അറിയില്ല. പക്ഷേ ഓൾറെഡി കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത 99%. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ ഓയിൽ ഫില്ല് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടുന്ന സമയത്ത് സൈലൻസറിൽ നിന്ന് വെള്ള കളറിൽ പുക പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് സാധ്യത എന്ന് പറഞ്ഞാൽ 99% സാധ്യതയാണ്. അപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ കംപ്ലയിൻറ്റ് ചിലപ്പോൾ വന്നില്ല എന്ന് വരും. ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ സ്പോട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പുക വരാം. ഇനി അതല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പുക കണ്ടില്ല എന്ന് വരാം. എന്ന് എഴുതിയിട്ട് നാളെ പുക വരില്ല എന്നല്ല, കുറച്ച് ഓടി കഴിയുമ്പോൾ ഉറപ്പായിട്ടും പുക വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ എഞ്ചിൻ ഓയിൽ ഇല്ലാണ്ടാണ് വണ്ടി ഓടിയത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തേമാനം സിലിണ്ടർ പിസ്റ്റണിന് വന്നിട്ടുണ്ടാവും. ഉറപ്പായിട്ടും ഓയിൽ കയറി കത്താനുള്ള സാധ്യത കൂടുതലാണ്, 99%. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. ഓയിൽ ചേഞ്ച് സമയത്തിന് മാറ്റിയില്ലെങ്കിൽ വന്ന ഒരു പ്രോബ്ലമാണത്. ഓയിൽ 3000 കിലോമീറ്ററിൽ കൂടുതൽ ഒരു കാരണവശാലും ഓടരുത്. കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ ഓയിൽ ലെവൽ ഇപ്പോൾ നമുക്കിപ്പോൾ പുകയുടെ പ്രശ്നം ഒന്നും കാണിച്ചില്ലെങ്കിൽ പോലും നമ്മളൊരു 1000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നിർബന്ധമായിട്ട് കയറ്റി ഓയിൽ ചെക്ക് ചെയ്യണം ഇപ്പോഴത്തെ സ്റ്റേജിൽ. കാരണം നമ്മുടെ വണ്ടി ഓയിൽ കുറഞ്ഞു ഓടിയതുകൊണ്ട് ഓയിൽ ലെവൽ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ വേറെ ഒരു ലക്ഷണങ്ങൾ കാണിച്ചില്ലെങ്കിൽ പോലും ഓയിൽ ലെവൽ നിർബന്ധമായിട്ടും ഒരു മാസം കഴിഞ്ഞപ്പോൾ കയറ്റി ചെക്ക് ചെയ്തോണം. ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ അത് നിർബന്ധമായിട്ട് ചെയ്തോണം. അതല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ല, വണ്ടി ഓടിക്കും, എഞ്ചിൻ കയറി പിടിക്കും, മൊത്തത്തിൽ പണി കിട്ടും കേട്ടോ. നല്ല എമൗണ്ട് വരും. കാരണം ഏകദേശം ഇത് B6 മോഡലൊക്കെ ചെയ്തു വരുമ്പോൾ 10-15,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വെറുതെ പോകും. അത് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതിപ്പോൾ എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടാവും. അത് നിലവിലിപ്പോൾ കംപ്ലയിൻറ്റ് ഓയിലിൻ്റെ പുകയുടെ പ്രശ്നം കാണിച്ചില്ലെങ്കിൽ തന്നെയുള്ള കേസാണ് പറഞ്ഞാൽ ശ്രദ്ധിക്കുന്ന കേസ്. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ലീക്ക് കാണിച്ചിട്ടുണ്ട്, ഒരു ഗ്യാസ്കറ്റൊക്കെ ലീക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്ത് മാറ്റി വിടണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമുക്ക് ഈ ഓയിലിൻ്റെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് മാറ്റിയാലും മതി. കാരണം ഞാൻ അഴിക്കുകയാണെങ്കിൽ പിന്നെ വീണ്ടും ഗ്യാസ്കറ്റ് മാറ്റേണ്ട സിറ്റുവേഷൻ വരും. വലിയ താമസിച്ചാണ്ട് എന്തെങ്കിലും അഴിക്കേണ്ടിയും വരും കേട്ടോ. പിന്നെ ഈ ആക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ നോക്കുമ്പോൾ നിലവിലിപ്പോൾ പ്ലേ തീരെയില്ല. ഇപ്പോൾ വരുമ്പോൾ വണ്ടി ആക്സിലേറ്റർ റേസിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, ഒട്ടും പ്ലേ ഇല്ല. നമുക്ക് ഇതിന് ഫ്രീ പ്ലേ കുറച്ച് വേണം. ആ ഫ്രീ പ്ലേ ഇല്ലാത്ത സിറ്റുവേഷനിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കണം. ഇപ്പം നിലവിൽ കംപ്ലയിൻ്റ് ഇല്ലെങ്കിലും സമീപ ഭാവിയിൽ മറ്റേ ആക്സിലേറ്റർ റേസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അത് അറിഞ്ഞു വയ്ക്കുക. ഇപ്പം മാറ്റണമെന്നില്ല. നെക്സ്റ്റ് അടുത്ത സർവീസ് കംപ്ലയിൻറ്റ് കാണിക്കണമെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റിയാലും മതി. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്തു. 2026 ബാറ്ററി, പുത്തൻ ബാറ്ററിയാണ് കേട്ടോ. അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കി, വോൾട്ടൊക്കെ ഉണ്ട്, വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ സർവീസിനോടനുബന്ധിച്ച് ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡിൽ കംപ്ലയിൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് വണ്ടിക്ക് ഒരു പാള് കാണിക്കുന്നത്. അതിന് രണ്ട് പ്രശ്നമാണ്. ഒന്ന് ഫോർക്ക് ലീക്കാണ്, ഫ്രണ്ട് ഷോക്ക് അബ്സർ ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് വന്നേക്കണം ഈ കാണുന്നത് കേട്ടോ. ഈ സൈഡിൽ കൂടെ ഓയിൽ ഇറങ്ങി വന്നാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഷോക്കിൻ്റെ ഓയിൽ ലീക്കാകുമ്പോൾ അതിൻ്റെ ആക്ഷനിൽ വേരിയേഷൻസ് വരും. ആ ഷെയ്ക്ക് ഓൾറെഡി നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഹാൻഡിൽ ബെയറിങ്ങിന് കിട്ടും. കോൺസെപ്റ്റിന് ചെറിയൊരു അടിയും കാണിക്കുന്നുണ്ട്, ടൈറ്റും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊരു പാളൽ ഫീൽ ചെയ്യണം ഫ്രണ്ട് സൈഡിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഭാഗം അഴിച്ചു കഴിഞ്ഞാൽ ഫോർക്ക് ഓയിൽ സീല് നമ്മൾ അഴിച്ചു നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. ഇത്ര ലീക്കുള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ആ ഫോർക്ക് പൈപ്പിനടക്കം കംപ്ലയിൻ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫോർക്ക് പൈപ്പ് ഓയിൽ സീലും കൂടി മാറ്റിയതിന് ശേഷം ഹാൻഡിൽ ബെയറിങ് മാറ്റിയാലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാം. അപ്പോൾ ഈ ഭാഗം ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം ഞാൻ അത് ഓൾറെഡി നമ്മുടെ അടുത്ത് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞേക്കണതല്ല, നിലവിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന കംപ്ലയിൻ്റാണ്. അത് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് ഡീറ്റെയിൽസ് വാട്സാപ്പിലിടാം. ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് നമുക്ക് നിർബന്ധമായിട്ടും നിങ്ങൾ റിപ്ലൈ ചെയ്യുക. അതനുസരിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് അഡീഷണൽ എസ്റ്റിമേറ്റ് പറയണം, അതിൻ്റെ ഡീറ്റെയിൽസ് അയക്കാനായിട്ട് കേട്ടോ. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയാം. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്തു. പ്ലഗ് വലിയ പഴക്കമില്ല. എയർ ഫിൽറ്റർ മാറ്റിയപ്പോൾ കൂട്ടത്തികളെ മാറ്റിയേക്കുന്നതാണ് ഈ പ്ലഗ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിലവിൽ നമുക്ക് ജനറലായിട്ടുള്ള സർവീസാണ് മെയിനായിട്ട്. അതിനകത്ത് നമുക്ക് അഡീഷണൽ ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഫോർക്കുമായി ബന്ധപ്പെട്ട കേസാണ്. ഫ്രണ്ട് ഫോർക്കിൻ്റെ 2 പൈപ്പും ഓയിൽ സീൽ കാര്യങ്ങൾ മാറ്റേണ്ടതായിട്ട് വരും, കോൺസെപ്റ്റ് കാര്യങ്ങൾ മാറ്റേണ്ടതായിട്ട് വരും. അതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന വർക്ക്. പിന്നെ ആക്സിലേറ്റർ കേബിൾ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റേണ്ടതായിട്ട് വരും. അടുത്ത സർവീസിൽ വരെ കിട്ടിക്കോളും, കുഴപ്പമില്ല. ചെറിയ ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്ക് റേസിങ് വരും, ആ സമയത്ത് മാറ്റിയാലും മതി. പിന്നെ മിററൊക്കെ ലൂസായി കിടക്കുന്നുണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം എസ്റ്റിമേറ്റ് ഇടാം. നോക്കിയിട്ട് ഡീറ്റെയിൽസ് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രണ്ട് ഫോർക്കിൻ്റെ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിയത്തെ വർക്കാണ് പറയുന്നത്. അതും പ്രകാരമുള്ള എസ്റ്റിമേറ്റാണ് ഇടുന്നത് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ്, വണ്ടിയുടെ എഞ്ചിനിൽ ഓയിൽ ഉണ്ടായില്ല. അപ്പോൾ ഓയിലിൻ്റെ ചിലവ് വണ്ടിക്കുണ്ട്.
അപ്പോൾ പുകയുടെ പ്രശ്നം നിലവിൽ വരുമില്ലെങ്കിൽ പോലും നിങ്ങൾ പോണ സമയത്ത് പുക വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നിലവിൽ ഓയിലില്ലാണ്ട് ഓടി പിസ്റ്റൺ സ്ക്രാച്ച് വരുമ്പോൾ വന്നൊരു കംപ്ലൈൻ്റാണ്. അതും അറിഞ്ഞു വയ്ക്കുക കേട്ടോ. പിന്നെ ഓൾറൗണ്ട് ഗാർഡിൻ്റെ കേസ് ക്ലാമ്പിട്ട് പിടിപ്പിക്കുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് ഞാൻ ഇടുന്നത്. മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അഴിച്ച് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ കൃത്യമായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം റിപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ നമ്മുടെ വണ്ടിയുടെ ഒരു ഏകദേശം ഒരു രൂപം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം, എസ്റ്റിമേറ്റഡ് ഒക്കെ ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം. ഫോർക്കിൻ്റെ കേസും ഓൾറൗണ്ട് ഗാർഡിൻ്റെ കേസൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് റിപ്ലൈ ചെയ്യാം. ഓക്കെ.